ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ക്ലാസ് 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള നദികൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതിൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ നദികളാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതലുള്ളത് മാത്രമാണ് നദിയായിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ നദികളുടെ എണ്ണം വരുന്നത് 44. അതിൽ മൈനർ റിവേഴ്സും ഉണ്ട്, പിന്നെ മീഡിയം റിവേഴ്സും ഉണ്ട്. മൈനർ റിവേഴ്സ് 40ഉം മീഡിയം റിവേഴ്സ് 4ഉമാണ്. ആ മീഡിയം റിവേഴ്സാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇത് 4ഉമാണ് മീഡിയം റിവേഴ്സ്. മൈനർ റിവേഴ്സ് 40 ഉണ്ട്, മീഡിയം റിവേഴ്സ് 4 ഉണ്ട്. 4 മീഡിയം റിവേഴ്സാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഓക്കെ. പിന്നെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ അത് 11 നദികളാണ്. ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻ കോവിലാർ, കല്ലട, മൂവാറ്റുപുഴ, വളപ്പട്ടണം, ചന്ദ്രഗിരിപ്പുഴ. ഇങ്ങനെ 11 പുഴകളാണ് കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികൾ. ഓക്കെ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മഞ്ചേശ്വരം പുഴ. അതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അതേപോലെ തന്നെ വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി വരുന്നത് നെയ്യാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത്, അതായത് സൗത്ത് പാർട്ടിലുള്ളത് നെയ്യാറാണ്. പിന്നെ അടുത്തത്, നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. അതായത് നദികൾ മലിനമാക്കുന്ന ആൾക്കാർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ് കേട്ടോ. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ നദി വരുന്നത് പെരിയാറാണ്. 244 കിലോമീറ്ററും 151 മൈലുമാണ് കേട്ടോ. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. മൈൽ കണക്കിന് പറയുകയാണെങ്കിൽ 151 മൈലാണ് വരുന്നത്. ഏറ്റവും ചെറിയ നദി വരുന്നത് മഞ്ചേശ്വരം പുഴയാണ്. അത് 16 കിലോമീറ്ററാണ് ഉള്ളത്. പിന്നെ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികൾ നമ്മൾ 3 പറഞ്ഞു. കബനി, ഭവാനി, പാമ്പാറാണ്. അതിൽ ഏറ്റവും വലിയത് കബനിയാണ്. ഏറ്റവും ചെറുത് വരുന്നത് പാമ്പാറാണ് കേട്ടോ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം നദിയാണ്. അത് 19 കിലോമീറ്ററാണ് കേട്ടോ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ രാമപുരം നദിയാണ്. 19 കിലോമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ അയിരൂർ പുഴയാണ് കേട്ടോ. അത് 17 കിലോമീറ്ററാണ് നീളം. അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും ഈ ഒരു അയിരൂർ പുഴയാണ് കേട്ടോ. അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം പുഴ, അത് 16 കിലോമീറ്ററാണുള്ളത്. ഏറ്റവും ചെറിയ രണ്ടാമത്തെ പുഴ എന്ന് പറഞ്ഞാൽ അയിരൂർ പുഴ, അത് 17 കിലോമീറ്ററാണ് നീളം. ഓക്കെ. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.